ഭക്ഷണശീലം. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് പരമപ്രധാനമായ സ്ഥാനമാണുള്ളത്. നമ്മുടെ ആരോഗ്യത്തിന് അടിത്തറയൊരുക്കുന്നത് ഭക്ഷണമാണ്. ശാരീരികാരോഗ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിലും ഭക്ഷണം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ രൂപപ്പെടുന്ന ഭക്ഷണശീലങ്ങൾ ജീവിതത്തിലുടനീളം നിലനിൽക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആദ്യ ഭക്ഷണം പാലാണ്. 5-6 വയസ്സ് മുതൽ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുകയും ഭക്ഷണശീലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. പൊതുവെ നമ്മുടെ ഭക്ഷണത്തെ നിർണയിക്കുന്നത് സ്വാദാണ്. അതിനാൽ സ്വാദ് കൂട്ടുന്നതിനനുസരിച്ച് ആ ഭക്ഷണത്തിനോടുള്ള താല്പര്യവും വർദ്ധിക്കുന്നു. സ്വാദിനോടുള്ള ഭ്രമം വ്യത്യസ്ത തരം ഭക്ഷണങ്ങളുടെ നിർമ്മാണത്തിന് വഴിതെളിച്ചു. പാചകത്തിൽ വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ ഉണ്ടായി. സ്വാദിലുള്ള വൈവിധ്യ ഭക്ഷണ രീതികളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അത് നമ്മുടെ, വിശേഷിച്ച് കുട്ടികളുടെ ആരോഗ്യത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. അതിനാൽ സ്വാദിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നാം ഭക്ഷണം തിരഞ്ഞെടുക്കരുത്. നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായതാണോ നമ്മുടെ ഭക്ഷണം എന്ന കാര്യവും ആലോചിക്കേണ്ടതുണ്ട്. മുതിർന്നവർക്ക് പോലും സ്വാദിൻ്റെ പ്രലോഭനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാറില്ല. പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? കുട്ടികളുടെ ഭക്ഷണ രീതികളും ശീലങ്ങളും ക്രമപ്പെടുത്തുക എന്നത് രക്ഷിതാക്കൾ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട്. എന്നിരുന്നാൽ പുത്തൻ ഭക്ഷണശീലങ്ങൾ അവരുടെ ആരോഗ്യത്തെ വിനാശകരമായി ബാധിക്കുന്നുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോഴേക്കും ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. തെറ്റായ ഭക്ഷണ രീതികൾ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പല രോഗങ്ങൾക്കും അടിമകളാകുന്നു. ചില രോഗങ്ങൾ ചികിത്സയിലൂടെ രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. പക്ഷേ പ്രമേഹം മുതലായ രോഗങ്ങൾ ആജീവനാന്തം ആരോഗ്യത്തിന് വിഘാതമായി തുടരും. ഭക്ഷണശീലങ്ങൾ ഏതു പ്രായത്തിൽ വെച്ചും പുനഃക്രമീകരിക്കാവുന്നതാണ്. പക്ഷേ വ്യക്തി വിചാരിക്കണമെന്ന് മാത്രം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ബാല്യകാലത്ത് സ്വായത്തമാക്കുന്ന ശീലങ്ങളെ മാറ്റുക അത്ര എളുപ്പമല്ല. അതിനാൽ ശീലങ്ങൾ രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ തന്നെ നാം ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വളരെ ചെറുപ്പത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിന് അസ്ഥിവാരമിടുന്നത്. ശാരീരിക വളർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് വളരെ ശക്തമായി നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് നാം ഈ കാലഘട്ടത്തിൽ കഴിക്കുന്നതെങ്കിൽ ജീവിതത്തിലുടനീളം നമ്മൾ ഓജസ്സും തേജസ്സും ഉള്ളവരാകും. കുട്ടികളുടെ ഭക്ഷണശീലങ്ങളെ ചൊല്ലി പ്രതിമിക്ക കുടുംബങ്ങളും ആശങ്കാകുലരാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്ന് എത്ര പറഞ്ഞാലും കുട്ടികൾ അനുസരിക്കുക വിഷമമാണ്. പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോട് അവർക്ക് വലിയ പ്രിയവുമാണ്. വലുതാകുന്നതിനനുസരിച്ച് അവരുടെ ഭക്ഷണ രീതികൾ കൂടുതൽ മോശമാകുന്നു. ഒരു പ്രായം വരെ രക്ഷിതാക്കൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാലോ അവർ നിസ്സഹായരാണ്. ഭക്ഷണശീലങ്ങളിലെ പാളിച്ച ഗുരുതര രോഗങ്ങൾക്ക് വഴിതെളിക്കും. അതിനാൽ നല്ല ശീലങ്ങൾ ആദ്യമേ രൂപീകരിക്കുന്നത് നല്ലതാണ്. കുട്ടികൾ പൊതുവെ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ രോഗങ്ങളെക്കുറിച്ചോ ചിന്തിക്കാറില്ല. അവർക്ക് സ്വാദ് മാത്രമാണ് ചിന്ത. രോഗങ്ങളുടെ വഴിയെ അവർ സഞ്ചരിക്കാതിരിക്കുന്നതിനുള്ള പ്രാഥമിക ചുമതല രക്ഷിതാക്കൾക്കാണ്. സ്വാദിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നല്ല ഭക്ഷണശീലങ്ങൾ രൂപം നൽകുന്ന തരത്തിൽ കുട്ടികൾക്ക് മാർഗദർശനം നൽകാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കണം. എത്തരം ഭക്ഷണമാണ് ആരോഗ്യ സംവർദ്ധകമെന്നും ഏത് ഭക്ഷണമാണ് രോഗകാരകമെന്നും ഉള്ള ശരിയായ അറിവ് കുട്ടികൾക്കുണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയായാൽ ജീവിതത്തിൻ്റെ സുഖകരമായ മുന്നോട്ടുള്ള പോക്കിന് സഹായകമായ ഭക്ഷണശീലങ്ങൾ രൂപപ്പെടുത്താൻ കുട്ടികൾ ശക്തരാകും.
മറ്റുള്ളവരെ അനുകരിക്കുന്നതും പരസ്യങ്ങളുടെ പുറകെ പോകുന്നതും പോഷകസമൃദ്ധമല്ലാത്ത ഭക്ഷണ ഉപഭോഗത്തിന് വഴിതെളിക്കും. കഴിയുന്നതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. വിദഗ്ധന്മാരുടെ അഭിപ്രായമനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഭക്ഷണത്തിന് ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത രോഗങ്ങൾക്ക് അടിപ്പെടുവാൻ തെറ്റായ ദിനചര്യയും ഭക്ഷണരീതികളും കാരണമാകും. മറ്റുള്ളവരെ ശ്രദ്ധിച്ചും അനുകരിച്ചുമാണ് കുട്ടികൾ പഠിക്കുന്നത്. അതിനാൽ മുതിർന്നവർ നല്ല മാതൃകകളാവേണ്ടതുണ്ട്. മുതിർന്നവരുടെ ഭക്ഷണ രീതികൾ മാതൃകപരമാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുട്ടികളിലും നല്ല രീതികൾ ഉണ്ടാവുകയുള്ളൂ. പോഷക ഗുണമുള്ള പഴവർഗ്ഗങ്ങൾ, അണ്ടിപ്പരിപ്പ്, പച്ചക്കറി, പാല്, ജ്യൂസ് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പഴകിയ ഭക്ഷണം കഴിക്കാൻ ഇടവരുത്തുകയും ചെയ്യരുത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണത്തിൻ്റെ അളവാണ്. ചില കുട്ടികൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. മറ്റു ചിലർക്കാകട്ടെ വളരെ അധികം കഴിക്കണം. രണ്ട് ശീലങ്ങളും തെറ്റാണ്. ആരോഗ്യത്തിന് ഹാനികരവുമാണ്. ഇത്തരം ശീലങ്ങൾ മാറ്റാൻ വിദഗ്ധന്മാരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ ചീത്ത പറയരുത്. അതവരെ മാനസിക വിഷമത്തിലേക്കും വിഷാദത്തിലേക്കും നയിക്കും. സ്നേഹപൂർവം അവരെ നിർബന്ധിക്കുകയാണ് നല്ലത്. ചില സമയങ്ങളിൽ അവർ പറയുന്നത് സ്വീകരിക്കുക. എന്നാൽ നമ്മൾ പറയുന്നത് അവരെ ബോധ്യപ്പെടുത്താനും അത് പ്രകാരം ചെയ്യാൻ അവരെ സന്നദ്ധരാക്കാനും നമുക്ക് സാധിക്കണം. ബലപ്രയോഗത്തിലൂടെ ആരുടെയും ഭക്ഷണശീലങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ. ബലപ്രയോഗം തുടക്കത്തിൽ ഒരുപക്ഷെ അനുകൂല ഫലങ്ങൾ നൽകിയേക്കാം. പക്ഷേ അത് സ്ഥായിയായി നിലനിൽക്കാറില്ല. സ്വാദിനു പുറമേ പോകാതിരിക്കുകയും ആരോഗ്യത്തെ മുൻനിർത്തി ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന ശീലം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് അഭികാമ്യം.